നമ്മൾ എവിടെങ്കിലും ലണ്ടനിൽ ഫോൺ ബൂത്ത് കണ്ടിട്ട് അതിൽ ഫോൺ കണ്ടിട്ടുണ്ടോ? വന്നിട്ട് അതാണ് നമ്മുടെ വീട്. ദുർമന്ത്രവാദിനി ഉണ്ടായിരുന്നു, അത് കുറെ ആൾക്കാരെയൊക്കെ ജയിലിലാക്കി. പേര് എന്ന് പറഞ്ഞ ഫെബിനല്ലേ, കോൾച്ചസ്റ്റർ തന്നെ കാണാൻ നോക്ക്. വർക്ക് ചെയ്തതിന് പ്രീമിയറിലാണല്ലോ. പ്രീമിയറിന്റെ വേറെ ബ്രാഞ്ചാണ് നിങ്ങൾ കാണുന്നത്. കനാൽ ഗൈസ്, കനാൽ. ഇവിടെ കുറെ സ്വാൻ ഉണ്ടല്ലേ. പറഞ്ഞ ഹലാൽ ചിക്കൻ ഷോപ്പ് തേടിയാണ് ഞങ്ങൾ പോണഹിൽ. പലരും ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കണേന്ന് ചെറിയൊരു കിംവദന്തി പറയുന്നുണ്ട്. ഇതൊരു ചെറിയൊരു വിക്ടോറിയ ഇൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് കേട്ടോ. അതെ, തിരിച്ചു വരുമ്പോ ശശിചേട്ടൻ്റെ അടുത്ത് ഒന്ന് കയറണം. ഫുഡ് സ്റ്റോളുകൾ ഉണ്ട് കേട്ടോ. ഈ ഷോപ്പിൽ നമ്മൾ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഉള്ളൊരു മലയാളി ഷോപ്പാണ് കേട്ടോ. പിന്നെ ഒരു കറി ലീവ്സ് ഇവിടെ അത്യാവശ്യം എല്ലാവരും പറയുന്ന ഒരു ഷോപ്പാണ്. അന്ന് പോയി അലക്കിയ കടയാണ്. ഡ്രൈ ക്ലീനേഴ്സ്. വളരെ പൗരാണികമായ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. ഹലോ, ഇന്ന് നമ്മള് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇറങ്ങുകയാണ്. നല്ല വെയിൽ, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊന്നും പോവില്ല കേട്ടോ. ഇന്ന് മിക്കവാറും ഓടിപ്പോയി ചിലപ്പോ ലാസ്റ്റത്തെ നോമ്പായിരിക്കും, ഇല്ലെങ്കിൽ ഒരു നോമ്പൂടി ഉണ്ടാവും. ഇപ്പൊ 29ലാണ് നമ്മൾ 29ാമത്തെ നോമ്പാണ്. പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഫോൺ, നമ്മൾ എവിടെങ്കിലും ലണ്ടനിൽ ഫോൺ ബൂത്ത് കണ്ടിട്ട് അതിൽ ഫോൺ കണ്ടിട്ടുണ്ടോ? ഫോൺ ബൂത്ത് ഉണ്ടാവലുണ്ട്, പക്ഷെ ഫോൺ കാണില്ല മിസ്ന. ഫോൺ വിളിച്ചോക്കട്ടെട്ടാ, സത്യായിട്ടും ചെവിയിലൊന്നും വെക്കണ്ട. വെച്ചോ. നൈസ്. എത്ര രൂപയാ? 60p ആണ്. അത് ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഫോണുള്ള ബൂത്ത് കാണുന്നത് കേട്ടോ. ബാക്കിയൊക്കെ വെറുതെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി. ഇവിടെ കള്ളന്മാരില്ലാന്ന് തോന്നുന്നു, അതാണ് ധൈര്യമായിട്ട് ഫോൺ വെച്ചേക്കണേ. എന്തൊക്കെ കേട്ടാലാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ മെയിൻ സിഗ്നൽ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് അതാണ് നമ്മുടെ വീട്. അവിടുന്ന് നേരെ ഇവിടെ വന്ന് നേരെ പോവാം. പച്ച വന്നത് അറിഞ്ഞില്ല ഗൈസ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ റൗണ്ട് ബോട്ട് കേട്ടോ. മജസ്റ്റിക് റൗണ്ട് ബോട്ട് എന്നൊക്കെ നമ്മുടെ മലയാളികൾ പറയും. ലണ്ടനിൽ നമ്മൾ ചുമന്ന ബസ്സാണ്, ഇവിടെ നമ്മള് നീല ബസ്സാണ്. നീല ബസ്, ചുവന്ന ബസ്, അങ്ങനെ കുറെ ബസ്സുകളൊക്കെ ഉണ്ട് ഗൈസ്. പച്ച ആവാറായി. ഇതിൽ കൂടെ വണ്ടി പോവോ? അപ്പൊ എന്തോ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ട്. നടക്കുകയാണ്. നമ്മുടെ എല്ലാ നാട്ടിലും നമുക്ക് ഇവിടെ കവലകൾ ഉണ്ടാവില്ലേ, ഇവിടത്തെ കവല ഇതാണ് ഗൈസ്. ദേ ഈ ജംഗ്ഷനിൽ കവലയിൽ ഇരിക്കാനുള്ള ബെഞ്ചുകളൊക്കെ കോൾച്ചസ്റ്റർ അവന്യൂ ഓഫ് റിമംബറൻസ്. എനിക്ക് തോന്നുന്നു എന്തോ മരണപ്പെട്ട ആൾക്കാർ. ഇത് വളരെ പൗരാണികമായ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. ഒരുപാട് പേര് ഫ്രീഡം ഫൈറ്റേഴ്സ് ഒക്കെ ഉള്ളൊരു മണ്ണാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു രാജകീയ പദവി ഉണ്ട് ഈ ഒരു സിറ്റിക്ക് ശരിക്കും. ഇവിടുന്ന് നമുക്ക് ഹൈ സ്ട്രീറ്റും ഇതെല്ലാം ഒരു 10 മിനിറ്റിൽ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് മലയാളി ഷോപ്പുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പ് ഒരെണ്ണം, പിന്നെ ഒരു ശ്രീലങ്കൻ ഷോപ്പ് ഉണ്ട്, പിന്നെ കുറച്ച് നേപ്പാളി ഷോപ്പ്, ഇന്ത്യൻ ഷോപ്പുകളൊക്കെ കുറച്ചുണ്ട്. അത് തന്നെ വലിയ സമാധാനമാണ്. നമ്മൾ ലണ്ടനിൽ ഏഷ്യൻ ഷോപ്പ്. അപ്പോൾ ലണ്ടനിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളങ്ങനെ കുറേ നാൾ നിന്നിട്ട് ഇവിടെ അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഷോപ്പ് വല്ലപ്പോഴും ഒരെണ്ണം കിട്ടണത് തന്നെ വലിയ സന്തോഷമാണ്. നമ്മളെങ്ങോട്ടാ പോണേന്ന് നോക്ക്, ആ മലയാണ് കയറാൻ പോകുന്നത്. നല്ല കണ്ട നല്ല ഹൈറ്റിലേക്കാണ് നമ്മുടെ സിറ്റി നിൽക്കുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു, നോർത്ത് ഹില്ലാണ്. ഇതാണ് നോർത്ത് ഹില്ല് അല്ലേ മിസ്ന? നോർത്ത് ഹില്ലല്ലേ? നോർത്ത് ഹില്ലിൽ നിന്നാണ് നമ്മൾ നടന്നു പോകുന്നത് കേട്ടോ. നല്ല ഹില്ലിലേക്കാണ് നടക്കണത്. ഹില്ലിന്റെ താഴ്വാരത്തിൽ നിന്ന് ഹില്ലിലേക്കാണ് ഇപ്പോൾ നടക്കുന്നത്. തൊട്ടടുത്ത് തന്നെ നമുക്ക് ഇവിടെ ഒരു വണ്ടിയുടെ വർക്ക്ഷോപ്പും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു ഗൂർക്ക കടയുണ്ട്. ഗൂർഖ ഗ്ലോസറീസ് ഉണ്ട്. ഈ ഡോർ അടച്ചടി, ആ ഡോർ ഓപ്പൺ ആയിരുന്നു, ഇപ്പം അടച്ചിട്ടുണ്ട്. പിന്നെന്താ പറയാ, നമ്മുടെ ഗൂർഖ കട അതേനാ.
ഗൂർഖ ക്ലോസറീസ്. പിന്നെ ഈ ഇപ്പുറത്തെ ഒരു ലോണ്ടറി കട ഉണ്ടോ, അതിന് ഒരു കഥ പറയാനുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ വീട് കാണാൻ വേണ്ടി വരാണ്, ജസ്റ്റ് വ്യൂവിങ് വരാണ്. ആ സമയത്ത് നമ്മുടെ അവിടുത്തെ വാഷിംഗ് മെഷീൻ കേടാ. അപ്പോൾ പോണ വഴിക്ക് ലണ്ടനിൽ നിന്ന് അലക്കി കൊണ്ടുപോകാം ഉണക്കി കൊണ്ടുപോകാമെന്ന് ഓർത്ത് നിന്നതാണ്. പക്ഷെ ഇവിടെ വ്യൂവിങ്ങും കഴിഞ്ഞ് ഈ പരിസരമൊക്കെ ഒന്ന് കണ്ടുവന്നപ്പോഴത്തേക്കും ഒരു നേരായി. പിന്നെ ലണ്ടനിൽ ഇറങ്ങണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ അന്ന് പോയി അലക്കിയ കടയാണ്. അതൊരു ഹിന്ദിക്കാരനുണ്ടായിരുന്നു, നല്ല ആൾക്കാരാട്ടാ, നല്ല അടിപൊളി ഒരു കുറെ കാര്യങ്ങൾ. ഇതാണ് അവിടുത്തെ പാർക്ക് ആൻഡ് റൈഡ് കേട്ടോ. മിസ്നാക്ക് ഈ ബസ്സിൽ പോകാൻ ഫ്രീ ആണ് കേട്ടോ. പാർക്ക് ആൻഡ് റൈഡിൽ സിറ്റിയിൽ ഓടുന്ന ബസ്സാണ്. എന്നിട്ട് സ്റ്റാഫിനൊക്കെ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം. കാക്ക് ഫ്രീ അല്ലാത്തോണ്ടാ ഞാൻ കയറാത്ത. എനിക്ക് ഫ്രീ അല്ല ഗൈസ്, ഇവർ വലിയ ആളുകൾ. അടുത്ത ബസ് വരുന്നു ഗൈസ്. ഒരു ഗ്ലോബ് ഹോട്ടലുണ്ട്, പിന്നെ ഒരു കറി ലീവ്സ്. ഇവിടെ അത്യാവശ്യം എല്ലാവരും പറയുന്ന ഒരു ഷോപ്പാണ്. നല്ല ഫണ്ട് വരും, നല്ല എക്സ്പെൻസീവ് ആണ്. ഇത് കണ്ടില്ലേ കറി ലീവ്സ്, അത് നല്ല ഷോപ്പാണ്. കറി ലീഫ് വെറും വേപ്പില, അതെ വെറും കറിവേപ്പില. ഇതാണ് ഗൈസ് നമ്മുടെ കറി ലീഫ് വേണം, ഞാൻ വീട്ടിൽ പോയിട്ട് തരാം. കോൾച്ചെസ്റ്ററിലെ നമ്മുടെ ഇവിടുത്തെ സിറ്റി വൈബിലേക്ക് പോകുന്ന ഒരു സംഭവമാണ് ഗൈസ്. ഇടയിലിരുന്നേ ഇതൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകളാണ്. അവിടെ ഒരു ആങ്കർ ഉണ്ട് ഗൈസ്. ഇത് ശരിക്കും എന്തോ ഇതാണ്, ഇതിന്റെ പേരെന്താ? നങ്കൂരം. ആങ്കർ. Built in 1951 by Philip and son of Dartmouth. Light vessel 16 stage. നേവിന്റെ സംഭവം എന്തൊക്കെയാണെന്ന് ഈ രാജ്യമല്ലോ ഈ നാടിനെ അറിഞ്ഞിട്ടാണ് ചെയ്യാൻ. ആ സൈഡിൽ കുറെ നോർത്ത് ഇന്ത്യൻ ഫുഡ് സ്റ്റോളുകൾ ഉണ്ട് കേട്ടോ. കുറെ നോർത്ത് ഇന്ത്യൻ ഫുഡ് സ്റ്റോളുകളുണ്ട്, പഞ്ചാബി ഡിഷുകൾ. പിന്നെ നമ്മളൊരു മലയാളി ഷോപ്പുണ്ട്, മലബാർ കഫേ. ഈ ഷോപ്പിൽ നമ്മൾ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ആകെ ഇവിടെ ഉള്ളൊരു മലയാളി ഷോപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അവിടുത്തെ ഒരു ആലുവക്കാരനാണ്, നമുക്കറിയാം. അപ്പോൾ നമ്മൾ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ശശി ചേട്ടൻ്റെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, നമ്മുടെ സ്വന്തം കട, നമ്മുടെ ശശി ചേട്ടൻ്റെ സൂപ്പർ മാർക്കറ്റ്. അതെ, തിരിച്ചു വരുമ്പോൾ ശശി ചേട്ടൻ്റെ അടുത്ത് ഒന്ന് കയറണം. ഇതാണ് നമ്മുടെ സ്വന്തം ശശി സൂപ്പർ മാർക്കറ്റ് ഗൈസ്. എൻ്റെ കെമിസ്ട്രി സാറിൻ്റെ ഒരു ശശി എന്നായിരുന്നു. അപ്പോൾ അത് ഇവിടെ ചെറിയ ഷോപ്പുകളൊക്കെ റെന്റിന് കൊടുക്കാൻ വേണ്ടി ടൂലറ്റ് ബോർഡുകളൊക്കെ ഉണ്ട്. പിന്നെ മിഡ്ലാൻഡ് ഹൗസ് ഗൈസ്, നിങ്ങൾക്ക് ഈ ബോർഡ് കാണാം. ഇതാണ് നമ്മുടെ ടീം ശ്രുതി ആൻഡ് ഗോഗു ടീമുകളുടെ വീട്. ഇവർ ഗ്രൗണ്ട് ഫ്ലോറിലാണ് മിഡ്ലാൻഡ് ഹൗസിന്റെ. നമുക്ക് ഇതിൽ കാണാൻ പറ്റും. വേണോ? ഇതിൽ വിളിച്ച വെറുതെ കാണിച്ചെടുക്കാം. ഇതിൽ വിളിച്ച നമുക്ക് അവരുടെ ക്യാമറ കാണാൻ പറ്റും. പക്ഷെ നമ്പറിനെ ഓർക്കുള്ള രണ്ടാണ്. നോക്ക് വീഡിയോ കാണാൻ പറ്റുമോ? ഹലോ ഹലോ, എന്താ ഫോൺ എടുക്കാത്തെ? നമുക്ക് പോവാം ചേട്ടാ. രണ്ട് തന്നെ അല്ലേ? ആയിരിക്കും. ഇല്ല പാപ്പ. വിക്ടോറിയ ഇൻ ഹോട്ടൽ ഗൈസ്. അവര് ആൻസർ ചെയ്യുന്നില്ല. ചിലപ്പോ ഞാൻ വിളിച്ചത് ഇറങ്ങാണ്ടൊക്കെ ആയിരിക്കാം. രണ്ട് തന്നെ അല്ലേ? ഉറപ്പല്ലേ? ഇതൊരു ചെറിയൊരു വിക്ടോറിയ ഇൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് കേട്ടോ. നൈസ് വൈബ് അല്ലേ ഗൈസ്? പഴയ ആ ഒരു സെറ്റപ്പിലാണ്. ഒഫീഷ്യൽ യോർക്ക്ഷയർ എംബസി ടു കോൾച്ചെസ്റ്റർ. നമുക്ക് കുറച്ചങ്ങനെ നടക്കാനുണ്ട്. ഇങ്ങനെ നടന്ന മല കയറാൻ കുറെ നേരെടുക്കും. അപ്പൊ കുറച്ച് ബാക്കിയുള്ള വിശേഷങ്ങൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് മല കയറിയിട്ട് കാണിക്കും. ഓക്കെ. ഒരു വണ്ടി പോലും വരണില്ല കേട്ടാ, പൊടി പോലും ഇല്ല ഗൈസ്. ഇവിടെ നമുക്കൊരു റിവർ ഉണ്ട്, തടാകം. അവിടെ ഒരു പുഴയുണ്ട്, കനാലുണ്ട്. ഒരു കനാലുണ്ട്. ആ കനാലിലേക്ക് നമുക്ക് പോവാം. നല്ല രസമുണ്ട് അത് കാണാൻ, നല്ല ക്ലൈമറ്റ്. പിന്നെ പലരും ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കണേന്ന് ചെറിയൊരു കിംവദന്തി പറയുന്നുണ്ട്. ഇത് കൂളിംഗ് ഉള്ള പവർ ഗ്ലാസ് ആണ് കേട്ടോ.
എവിടെ പോയാലും ഞാൻ കൂളിംഗ് ഗ്ലാസ് വെക്കണേന്ന് പറഞ്ഞു. ആരൊക്കെയോ എൻ്റെ അടുത്ത് പറഞ്ഞു. വെയിലത്ത് ഇറങ്ങിയ മിസ്സിനെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ കാക്ക മേടിച്ചന്ന ഗ്ലാസ് ആണ് എനിക്ക്. രാത്രി കാലങ്ങളിൽ കാണാനും പകല് ഞങ്ങൾക്ക് ഇതാണ് നമ്മുടെ റിവർ കനാൽ ഗൈസ്. കനാൽ ഇവിടെ കൊറേ സ്വാൻ ഉണ്ടല്ലേ. ഇന്നലെ ഞാൻ നടന്നു വന്നപ്പോ സ്വാനെ കണ്ടിരുന്നു. താറാവാണ് ഇപ്പൊ കാണുന്നില്ല ഗൈസ്. നോക്ക് ഒരു താറാവുണ്ട്. ഒരു ചെറിയൊരു കനാൽ. ഇതാണുമ്പോ നമ്മുടെ വീടിന്റെ അടുത്തുള്ള കനാൽ ഓർമ്മ ഉണ്ടിട്ടാ. പോട്ടെ. പച്ച മുടിയുള്ള ചേച്ചി, അതിനൊരു ചേട്ടൻ. അയ്യോ എന്റെ സാധനം റോട്ടിക്കോടെ, ട്രോളി റോട്ടിക്കോടെ. ഞാൻ റോട്ടിക്കോടെ വേണ്ട വേണ്ട. ഇവിടെ ഫുൾ ഹൗസ് റെസിഡൻസ് സംഭവങ്ങളാണ് കേട്ടോ. സ്കൂള്, കെയർ ഹോം, ഇതൊരു കെയർ ഹോമാണ്. ഇങ്ങനെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ. കെയർ ഹോം ജോബ്സ് ഒക്കെ അത്യാവശ്യം അവൈലബിൾ ആണ്. പക്ഷേ അതിനും ലൈസൻസ് വേണം. അതിനും സംഭവങ്ങളൊക്കെ വേണം. ലൈസൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് കൂടുതലും. എന്തായാലും ലൈസൻസ് എടുത്തിട്ട് നമുക്ക് നെക്സ്റ്റ് ജോബിന് അപ്ലൈ ചെയ്യാമെന്നൊക്കെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള വീടുകളാണ് കേട്ടോ ഇവിടെ. അത്യാവശ്യം സെറ്റപ്പാണ്. അല്ല മിസ്സിനെപ്പോൾ എവിടെ പോണതാ? സാധനം മേടിക്കാൻ, ചിക്കൻ മേടിക്കാൻ. ചിക്കൻ ഷോപ്പിംഗ് വ്ലോഗാണ്. ചിക്കൻ മേടിക്കാൻ പോണേന്നാണ് ഇത്രയും ബിൽഡപ്പ് ഒക്കെ. അതെ, ചിക്കൻ വാങ്ങിക്കാൻ പോകാനാണ് ഇമാതിരി. ഹലാൽ ചിക്കൻ ഷോപ്പ് തേടിയാണ് ഞങ്ങൾ പോണ. ഹലാൽ ചിക്കനും ബീഫും കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. അവിടെ പോകുന്നതാണ്. ബാക്കിയെല്ലാം അവിടെ ലിഡില് അങ്ങനെയുള്ള ചെറിയ ചെറിയ സൂപ്പർ മാർക്കറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്നാണ് വാങ്ങിക്കാറ്. അപ്പോൾ ചിക്കൻ സംഭവങ്ങൾ മാത്രമേ ഞങ്ങളിവിടെ പോയി ഇങ്ങനെ ബീഫും വാങ്ങിക്കും. ഹലാലാണ്. കഴിഞ്ഞോട് നമ്മൾ ഇങ്ങനെ ഒരു ദിവസം ഇറങ്ങിയപ്പോഴാണ് ആ കട കണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ബീഫും ചിക്കനും മേടിച്ച് ആ ബീഫ് നമ്മൾ അന്ന് നോമ്പോറൊക്കെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ്, സൂപ്പറായിരുന്നു. ഫസ്റ്റ് ട്രൈ ചെയ്തതാ. ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ആയിരിക്കും അല്ലേ കാക്ക? നമ്മൾ നേരത്തെ വർക്ക് ചെയ്ത പ്രീമിയറിൻ്റെ ഒരു ബ്രാഞ്ച് ഇവിടെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. നേരത്തെ വർക്ക് ചെയ്തതിന് പ്രീമിയറിലാണല്ലോ. പ്രീമിയറിൻ്റെ വേറൊരു ബ്രാഞ്ചാണ് നിങ്ങൾ കാണുന്നത്. വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പഴയ സ്ഥലങ്ങൾ, അവരുടെ ബ്രാഞ്ചുകൾ, അവരുടെ ബ്രാൻഡുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ നമുക്കൊരു നൊസ്റ്റാൾജിയാണല്ലേ. അതേപോലെയാണ് എനിക്കിപ്പോൾ പ്രീമിയറിൻ കണ്ടപ്പോൾ കേട്ടോ. അതാണ് ഇവിടുത്തെ കാസിൽ പാർക്ക് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ആളുകൾ ഇപ്പോൾ വിൻ്ററൊക്കെ കഴിഞ്ഞ് ഒക്കെ ആകുമ്പോൾ ഇതിലേക്ക് കൂടുതലും വരാനും ഒക്കെ ഉണ്ടാവും. കുറേ ഗെയിംസും സംഭവങ്ങളൊക്കെ ഇതിലുണ്ടാവും. പിന്നെ അത്യാവശ്യം നടന്ന് പോകാനൊക്കെ വൈബാണ് കേട്ടോ അതിൻ്റെ അകത്തോടെ. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്തോടെ ഒന്ന് പോവാം. ദിസ് ഇസ് കാസിൽ പാർക്ക്. ഓ എന്ത് വലിയ സ്വാനാണ് ഈ കാക്ക. നോക്ക്, നോക്ക് എന്ത് എന്തോ കണ്ടിട്ട്. ആ ബോട്ടിങ് തുടങ്ങിയിട്ടാണ് നിങ്ങളുടെ ശരിക്കും വരാനല്ലേ. അവിടെ സ്വാൻ ഉണ്ടാവുന്നില്ലേ? സ്വാൻ്റെ ഇവിടെ മൊത്തം സ്വാനുണ്ട്. ചെറിയൊരു ലേക്ക് ഉണ്ട്, ചെറിയൊരു പോണ്ട് ഉണ്ട്. ലേക്കല്ല, ജസ്റ്റ് എ സ്മോൾ പോണ്ട്. എൻ്റെ ആളുകളെല്ലാം പിള്ളേരൊക്കെ ആയിട്ട് റിലാക്സ് ചെയ്യാനൊക്കെ വന്നിരിക്കുന്നുണ്ട്. സ്വാനുകളെ കാണാം നിങ്ങൾക്ക് ഇതേ ചെറിയ പോണ്ടിൽ. വെള്ളം വന്നില്ല എന്ന് തോന്നുന്നു. ഒരു ടാപ്പ് ഉണ്ട്. വെയിലായപ്പോൾ ആളുകളെല്ലാവരും പുറത്തിറങ്ങി തുടങ്ങി കേട്ടോ. ശരിക്കും ഇവിടെ ആളുകൾ ബാക്കി എല്ലാ ആക്ടിവിറ്റീസിനും കൂടുതൽ വരുന്നത് ഇതേപോലെ വെയിൽ തെളിയുന്ന ദിവസങ്ങളിൽ കൂടുതലും സമ്മർ ഹോളിഡേയ്സിനൊക്കെയാണ് കേട്ടോ. സമ്മറായ പിന്നെ അതേ ആളുകൾ കറക്കം തുടങ്ങും. ഓൾറെഡി അവരുടെ ഹോളിഡേയ്സൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ട് യാത്രകൾ തുടങ്ങുന്ന സമയമാണ്. ഇതിൻ്റെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളങ്ങനെ അതേ നമ്മുടെ ഷോപ്പ് എത്താറായി. വെയിൽ കുറേ നാളെ വെയിൽ കൊണ്ടിട്ടുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. തയ്യൽ കടയൊക്കെ ഉണ്ട് കേട്ടോ. ഫാർമസികളും ചെറിയ ചെറിയ ഷോപ്പുകളും. ഇത് ഹൈ സ്ട്രീറ്റ് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു റോഡാണ് ശരിക്കും. ഗിഫ്റ്റ് ഐറ്റംസ്, ക്യാഷ് ആൻഡ് ഐറ്റംസ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഈ സൈഡ് കേട്ടോ. ഒന്ന് ഹൈ സ്ട്രീറ്റിൻ്റെ ബിസിയിൽ എന്നാലും അത്യാവശ്യം തിരക്കുള്ള ഒരു ഏരിയ ആണ്. 100 സൂപ്പർ മാർക്കറ്റ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്നാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത് കേട്ടോ. ചിക്കനും ബീഫും.
കോൾച്ചസ്റ്റർ സിറ്റി ചർച്ച്, അതിൻ്റെ തൊട്ടടുത്ത് നൂർ സൂപ്പർ മാർക്കറ്റ്. ഇതാണ് നമ്മുടെ നൂർ സൂപ്പർ മാർക്കറ്റ്. അത്യാവശ്യം ഗ്ലോസറി ഐറ്റംസും ഫ്രോസൺ ഫുഡും അത്യാവശ്യം റൊട്ടികളും എല്ലാം ഉണ്ട് കേട്ടോ ഈ ഷോപ്പിൽ. അവിടെ ഒരുപാട് ആളുകൾ മുസ്ലിംസ് ഇതുപോലെ ഹലാൽ ഫുഡിനായിട്ട് വരുന്നുണ്ട് കേട്ടോ. മാത്രം അവിടെ നമ്മളൊരു മലയാളിനെ പരിചയപ്പെടാൻ പറ്റി. പേര് എന്ന് പറഞ്ഞ ഫെബിനല്ലേ, കോൾച്ചസ്റ്റർ തന്നെ. കാണാം, എന്തായാലും സന്തോഷം. ബൈ. സംഭവം മിസ്സിന് അവിടെ വീട്ടിൽ നിന്ന് തന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നോണ്ട് സർക്കറിയാൻ പാടില്ലേ? യെസ്, വലിച്ചതി. Inshallah. Hopefully tomorrow, yeah? Inshallah. No. So last 2 years we have 30. 30. Yeah. So we don't know. Yeah. No prediction, yeah? Thank You too, take care. So inshallah see you. See you guys. Inshallah, see you. Inshallah, To inshallah. be inside the mosque because last year it was pouring down. So ladies also can... Ladies on top. Yes. Oh. ആളൊരു ബംഗ്ലാദേശിയാണ് കേട്ടോ. ഇവിടെയുള്ള എല്ലാ സംഭവങ്ങളെ പറ്റിയും മുസ്ലിംസിന്റെ ഫുഡും നമസ്കാരം കാര്യങ്ങളെല്ലാം അറിയാം ആൾക്ക്. നമ്മളിപ്പോ ഈ കടയിൽ വെച്ചൊരു ഉമ്മാനെ പരിചയപ്പെട്ടിട്ടാ. ആ ഉമ്മ ബംഗ്ലാദേശിൽ നമ്മുടെ പാകിസ്ഥാനിൽ നിന്ന് അത് പാർട്ടീഷൻ ചെയ്ത സമയത്ത് വന്നാണ്. 1965 വന്നാന്ന് പറയണേ. അപ്പൊ അന്ന് ഈ കടയൊന്നും ഉണ്ടായില്ല. അവര് തന്നെ ഈ ഹലാൽ ചിക്കനൊക്കെ വേണ്ടി അവര് തന്നെ ഇറക്കുമായിരുന്നു. ഹസ്ബൻഡ് ഇവിടെ റെസ്റ്റോറന്റ് ആയിരുന്നു എന്നൊക്കെയാ പറഞ്ഞേ. ഇപ്പൊ ഇല്ല, റെസ്റ്റോറൻ്റ് ഒന്നുമില്ല. പിന്നെ ഇവിടുത്തെ എന്താണ് ഇസ്ലാമിക് സൊസൈറ്റീൻ്റെ എന്തോ ഫസ്റ്റത്തെ പ്രസിഡൻ്റ് ഒക്കെ ആയിരുന്നു എന്നൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ് എനിക്ക് മനസ്സിലായത്. അതിൻ്റെ ഹിന്ദി ഇംഗ്ലീഷ് എല്ലാം കൂടി ചേർന്ന്. പിന്നെ എന്താണ്, അന്ന് ഹോസ്പിറ്റലൊന്നും മീൻസ് വേറെ എന്തിൻ്റെയോ ഭാഗമായിരുന്നു, ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ ആയത്. അങ്ങനെ കുറേ പറഞ്ഞു. 1965 വന്നു എന്ന് പറയുമ്പോൾ എത്ര വർഷമായില്ലേ? 19 വർഷം 60 വർഷമൊക്കെ ആയിണ്ടാവില്ലേ? ആ, അപ്പം അതിൻ്റെ ജീവിതത്തിൻ്റെ ഒരു മെജോറിറ്റി ഇവിടെ തന്നെയായിരുന്നു. ബാക്കിയൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ പെരുന്നാൾ നിസ്കാരം ഉണ്ടോന്നൊക്കെ ഞാൻ അങ്ങനെ ചോദിച്ചു എവിടെയാന്നൊക്കെ. അപ്പൊ അത് പറഞ്ഞു ആ പെരുന്നാളിന്റെ അന്ന് രാവിലെ 7 മണിക്ക് 8 മണിക്ക് 9 മണിക്ക് 10 മണിക്കൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി ഇവിടെ ബിൽഡ് ചെയ്ത് വരുന്ന സമയം മുതൽ അവരിവിടെ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് കറക്റ്റ് നിസ്കാരം സമയം കാര്യങ്ങളും അറിയാം. പിന്നെ ഈ ഷോപ്പിലും അവർ സ്ഥിരം വന്ന് വാങ്ങിക്കുന്ന സംഭവങ്ങളാണ് നൂർ സൂപ്പർ മാർക്കറ്റ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല ഹലാൽ ചിക്കൻ ആൻഡ് മീറ്റ് എല്ലാം കിട്ടും. പണ്ട് ഒരല്പം പൊടിക്ക് എക്സ്പെൻസ് ആണോ എന്ന് കമ്പാരിറ്റീവ്ലി ചിക്കനൊക്കെ ഇപ്പം ടെസ്കോന്നൊക്കെ വാങ്ങിക്കുന്ന പ്രൈസിൽ നിന്ന് ഒരു പൊടിക്ക് കൂടുതലാണ്, പക്ഷെ നല്ല ഫ്രഷാണ്. പാടി അയ്യോ, അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങി കേട്ടോ. പെരുന്നാളിൻ്റെ തിരക്കാണോ അതോ ഇവിടുത്തെ ഇംഗ്ലീഷുകാരുടെ തിരക്കാണോ അല്ലാഹു ആലം. ഇതാണ് ഇവിടുത്തെ എല്ലാത്തിനും ഒരു ഹിസ്റ്റോറിക് സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ. മിസ്നാ, എന്താണ് അതിൻ്റെ ഹിസ്റ്ററി മിസ്നാ? സെക്കൻഡ് വേൾഡ് വാറിൽ മരിച്ച അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി എന്തോ ആണ് എഴുതിയേക്കണേ. ഞാൻ ദൂരേന്ന് വായിച്ചു നോക്കട്ടെ. The member of armed force from Colchester killed on duty as result terrorism action since the end of the Second World War. അത് ആർമിയിൽ ചെയ്ത അവർക്കുള്ള ഒരു റെക്കഗ്നീഷൻ, ഒരു ഓർമ്മ ഒക്കെ ആയിട്ടാണ് ആ ഒരു സംഭവം കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ബാക്ക് സൈഡിലുള്ള എൻട്രൻസ്. നമ്മൾ അതിലെ കയറി ഇതിലെ ഇറങ്ങി വന്നത്, നേരെ തിരിച്ച് ഇതിൽ തന്നെ ഇറങ്ങിയത് നമ്മള്. ഇതാണ് കേട്ടോ കാസിൽ. അപ്പം അങ്ങോട്ട് പോയപ്പോൾ കാസിൽ കാണിച്ചില്ല. നടന്ന് കിടന്ന് കയറ്റം കയറിയതുകൊണ്ടേ കയറ് വലിക്കണ്ടായില്ല. ഇതാണ് കാസിൽ. കാസിൽ നല്ല ഭംഗിയാണ് കേട്ടോ ദൂരെ നിന്ന് കാണാൻ. ആ ചെടിയില്ലേ ആ കുരുകുരുന്നിരിക്കണ നല്ല രസമുണ്ട്. ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. ഒരു ദുർമന്ത്രവാദിനി ഉണ്ടായിരുന്നു, അത് കുറെ ആൾക്കാരെയൊക്കെ ജയിലിലാക്കി അതിനെയൊക്കെ കൊന്നൊക്കെ കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ശരിക്കും കഥയൊക്കെ ഒന്ന് നോക്കണ്ടേ. കേറാൻ പറ്റുമോ? കേറാനൊക്കെ പറ്റും, അതിന്റെ മുകളിൽ കേറാനൊക്കെ പറ്റും. വെറുതെ പോയല്ലേ. ചെക്കന്മാര് കളിക്കണുണ്ടോ? ഉരുണ്ട് കളിക്കും.
1000 വർഷം മുമ്പ് 900 years 900 years മുമ്പ് ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു. ആ ടെമ്പിളിന് ഇത് ചെയ്തിട്ട് അതിന്റെ ഫൗണ്ടേഷനിലാണ് അവർ ഈ കാസിൽ പണിത് ഉയർത്തിയേക്കണേന്ന്. അങ്ങനെയൊക്കെയാണ് ഞാൻ വായിച്ചതിന്റെ മലയാളം. എനിക്ക് അതാണ് കേട്ടോ. താറൂത്ത് കോട്ട ഓർമ്മ. അതെ, ആള് താഴെ മുകളിലും ആ ക്ഷേത്രത്തിന്റെ അകത്ത് ഇങ്ങനെ കയറിയതായിരിക്കട്ടെ. ഹായ് പ്രാവുകൾ. ക്ഷേത്രം പണ്ടായിരുന്നു, ഇപ്പൊ ക്ഷേത്രമല്ല, ഇപ്പൊ കോട്ടയാണ്. കുറെ കമിതാക്കളൊക്കെ ഇരുന്ന് സംസാരിക്കണൊക്കെ ഉണ്ട് ഗൈസ്, നമ്മളെപ്പോലെ. അതെ, ഏതാ താറൂത്തില് സൗദിയിൽ ഒരു താറൂത്ത് കോട്ട ഉണ്ടായിരുന്നു. ആ സ്ഥലത്തിന്റെ പേരെന്താണ്? ഒരു അൽ കഫ്ജിയാണോ? അല്ലല്ല, അങ്ങനെ ഏതോ ഒരു സ്ഥലം, ദമാമിലടുത്തുള്ള ഒരു സ്ഥലം. അപ്പം അങ്ങനെ മിസ്നാടെ ചിക്കൻ വാങ്ങിക്കാൻ പോയ കഥ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. ഞങ്ങളങ്ങനെ തിരിച്ച് ഏകദേശം പാർക്കിൻ്റെ ഭാഗത്ത് ഇവിടെ നേരെ വീട്ടിലേക്ക് പോവാണ്. പിന്നെ ചിലപ്പോൾ 1-2 കറക്കങ്ങൾ വേറെ ഉണ്ടാവും. കറക്കങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി വ്ളോഗ് വേറെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കാണാം. അപ്പോൾ ഇനി പോലെ മാക്സിമം നമ്മൾ ഫുൾ വീഡിയോസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. നല്ല തണുപ്പൊക്കെ മാറിയല്ലോ, ചോന്നിരിക്കണല്ലേ, തണുപ്പൊക്കെ മാറിയല്ലോ. അതെന്റെ ഷോളിന്റെ ശ്രദ്ധിച്ച എന്റെ ഷോള് കാടെ ക്യാപ്പും ഒരേ കളറ്. ഞാൻ പിന്നെ എപ്പോഴും ഈ ക്യാപ്പ് വെക്കണമെന്നുണ്ട്. ഞാൻ പിന്നെ എപ്പോഴും ഷാൾ കോമഡിയാണ്, ഫുൾ കോമഡിയാണ്. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ മിസ്നാട് കുക്കിംഗ് വീഡിയോ ഒക്കെ കണ്ട ആളുകളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പുതിയ ആളുകൾ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, പ്രത്യേകം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ എന്താ പറയുക, സന്തോഷം. നിങ്ങളെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുക. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ. Till then, take care and bye bye.